തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഉദ്യോഗസ്ഥ ഗൂഢാലോചനയില്ലെന്നാണ് റിപ്പോർട്ടിൽ. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്ന വിവാദത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ തൃശൂർ പൂരം, അതായത് 2024 ഒക്ടോബറിലാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആദ്യം മുതൽക്ക് തന്നെ ഈ ഒരു പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പോലീസുകാരുടെ പങ്ക് വലിയ രീതിയിൽ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും എല്ലാം തന്നെ വഴിവെച്ചിരുന്നു. അന്നത്തെ ADGP AR അജിത് കുമാർ അടക്കമുള്ളവർക്ക് നേരെ അന്വേഷണവും അതുപോലെ തന്നെ ചോദ്യങ്ങളും എല്ലാം നീണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ADGPക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് പൂരം ക്രമാനുഗതമായി നടത്തുന്നതിൽ ക്രമസമാധാന നില അതേപോലെ കൊണ്ടുപോകുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതരമായ രീതിയിൽ ആരോപണങ്ങൾ കൂടി ഈ ഒരു റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പൂരം അതിൻ്റെ രീതിയിൽ രാത്രി മഠത്തിൽ വരവ് വൈകുകയും അതുപോലെ തന്നെ വെടിക്കെട്ടിന് പുലർച്ചെയുള്ള വെടിക്കെട്ടിന് ശേഷവും എല്ലാം തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് തിരുവമ്പാടി ദേവസ്വത്തിന് നേരെ പഴി ചാരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ ഒരു വിവാദവും സംബന്ധിച്ച് മഠത്തിൽ വരവ് നടക്കുന്ന സമയത്ത് പോലീസ് ആളുകൾക്കിടയിൽ ലാത്തിചാർജ് നടത്തുകയും മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. ക്രമസമാധാന പാലനത്തിൻ്റെ പേരിൽ പോലീസുകാർ അനുമതിയില്ലാതെ അവിടെ ലാത്തിചാർജ് നടത്തുകയും ആളുകൾ ചിതറി ഓടാനും മറ്റും കാരണമാവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പുലർച്ചെയുള്ള വെടിക്കെട്ട് വലിയ രീതിയിൽ വൈകുകയും അതിന് കാരണമായത് ഇത്തരത്തിൽ പോലീസിൻ്റെ ഇടപെടലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല. മഠത്തിൽ വരവിൻ്റെ സമയത്ത് പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. മഠത്തിൽ വരവിന് തൊട്ട് മുൻപ് പൂരത്തിനിടയിലും പോലീസുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആ വാക്കുതർക്കം ആസൂത്രിതമായൊരു നീക്കമാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം അല്ലെങ്കിൽ ലാത്തിചാർജ് പോലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ അതേസമയം ഈ മഠത്തിൽ വരവിന് മുൻപ് പൂരത്തിന് തൊട്ട് മുൻപുണ്ടായ ഈ ഒരു വാക്ക് തർക്കത്തിന് പിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള ആസൂത്രിത നീക്കങ്ങൾ ഉണ്ട് എന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനി ADGP തല യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില ഏകപക്ഷീയമായ തീരുമാനങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു എന്നുകൂടി ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചില തീരുമാനങ്ങൾ, സമയക്രമത്തിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ അത്തരത്തിൽ ഏകപക്ഷീയമായി അവരെടുത്ത തീരുമാനങ്ങൾ പൂരത്തിൻ്റെ ഘടനയെ, സമയക്രമത്തെ ബാധിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ പഴി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും മറ്റ് ഭാരവാഹികളും അടക്കമുള്ളവരുടെ ഫോൺ പരിശോധനാ വിവരങ്ങൾ ഇവയൊന്നും തന്നെ ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ റിപ്പോർട്ട് അന്തിമമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ പൂരം സമയത്തെ നിരവധി മണിക്കൂറുകൾ നേരത്തെ നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മഠത്തിൽ വരവിന് മുൻപ് ഈ ഒരു പ്രശ്നം നടന്നു, ഒരു സംഘർഷം നടന്നു എന്ന് പറയുന്ന ഭാഗത്തെ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, വിവിധ മണിക്കൂറുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അവയെല്ലാം തന്നെ വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും വലിയ രീതിയിൽ ചോദ്യം ചെയ്തിട്ടടക്കമുള്ള ആളുകളുടെ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇവയൊന്നും തന്നെ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ റിപ്പോർട്ട് അന്തിമമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല ഇനി തിരഞ്ഞെടുപ്പും, നിയമസഭാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരവും എല്ലാം മാസങ്ങളുടെ ഒരു ദൈർഘ്യത്തിനുള്ളിൽ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചൊരു തീരുമാനം ഇവയിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ റിപ്പോർട്ട് എന്തായാലും ADGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ADGP തല യോഗം നടക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. ശരി, വ്യക്തമാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഗൂഢാലോചനയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്.
കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്റർ കൊണ്ടുവച്ചത് മാനസിക വെല്ലുവിളി നേടുന്ന യുവാവെന്ന് കണ്ടെത്തൽ. പള്ളിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. കല്ലറയിൽ ജോസ് കെ മാണിയുടെ ജാഥയുടെ പോസ്റ്റർ കണ്ടതിനെതിരെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തിയിരുന്നത്. LDF ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംഭവത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും DCC ആവശ്യപ്പെട്ടിരുന്നു. CPIM ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ പോസ്റ്റർ പതിപ്പിച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോസ്റ്റർ പതിപ്പിച്ച സംഭവം ഒരു വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു വലിയ വിവാദമായിരുന്നു. എന്തായാലും ആ ഒരു വിവാദത്തിന് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്റർ കൊണ്ടുവച്ചത് മാനസിക വെല്ലുവിളി നേടുന്ന യുവാവാണെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. പള്ളിയിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായത്. കല്ലറയിൽ ജോസ് കെ മാണിയുടെ ജാഥയുടെ പോസ്റ്റർ കണ്ടതിനെതിരെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ആ ഒരു സമയത്ത് ഉയർത്തിയിരുന്നത്. LDF ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചു എന്നായിരുന്നു അന്ന് കോൺഗ്രസ് പ്രധാനമായും ആരോപിച്ചത്. സംഭവത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും ഒക്കെ DCC ആവശ്യപ്പെട്ടിരുന്നു. CPIM ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ പോസ്റ്റർ പതിപ്പിച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊക്കെ പ്രചരിച്ചിരുന്നു. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ഇത്തരത്തിൽ പോസ്റ്റർ അവിടെ കൊണ്ടുവച്ചതെന്നതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്റർ കൊണ്ടുവച്ചത് വലിയൊരു വിവാദം, വലിയൊരു പ്രശ്നമായിരുന്നു. ഈ ഒരു പ്രശ്നത്തിൽ പള്ളിയിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം വ്യക്തമായത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റർ കൊണ്ടുവച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കല്ലറയിൽ ജോസ് കെ മാണിയുടെ ജാഥയുടെ പോസ്റ്റർ കണ്ടതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നത്. LDF ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചു എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് ആരോപണം ഉയർത്തിയിരുന്നത്. സംഭവത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നൊക്കെയായിരുന്നു DCC ആവശ്യപ്പെട്ടിരുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണവും നടത്തിവരികയാണ്. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ പോസ്റ്റർ പതിപ്പിച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു.